രാഷ്ട്രീയ ചതുരംഗത്തിൽ എന്നും നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. കെ എം മാണി എന്ന രാഷ്ട്രീയ അധികായന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയുടെ അമരത്തെത്തിയ ജോസ് കെ മാണി യുഡിഎഫുമായുള്ള ദശകങ്ങൾ നീണ്ട ബന്ധം അവസാനിപ്പിച്ച് ഇടതുമുന്നണിയിൽ ചേക്കേറിയത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഇപ്പോൾ വീണ്ടും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ അത്തരം വാർത്തകളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണി നടത്തിയ പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം ഇനി ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു അധ്യായമാണെന്ന് ജോസ് കെ മാണി അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. തന്നെയും തന്റെ പാർട്ടിയെയും അർഹിക്കുന്ന പരിഗണന നൽകാതെ ചവിട്ടി പുറത്താക്കിയവരാണ് UDF നേതൃത്വം എന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. രാഷ്ട്രീയമായ പ്രതിസന്ധി ഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുകയും അർഹമായ പരിഗണന നൽകുകയും ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും LDFുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറക്കിവിട്ട സ്ഥലത്തേക്ക് എന്തിനാണ് തിരിച്ചു പോകുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം UDFിനോടുള്ള രാഷ്ട്രീയമായ അമർഷം വ്യക്തമാക്കുന്നുമുണ്ട്. UDF നേതാക്കളുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ലെന്നും അത്തരം വാർത്തകൾ പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കാൻ ശത്രുക്കൾ ബോധപൂർവം ചമയ്ക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പ്രസ്താവനയിലൂടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ തങ്ങൾ ഉണ്ടാകുമെന്ന ശക്തമായ സന്ദേശമാണ് അണികൾക്കും രാഷ്ട്രീയ കേരളത്തിനും അദ്ദേഹം നൽകുന്നത്. ഭരണപക്ഷത്തെ തിരുത്തൽ ശക്തി മുന്നണി മര്യാദകൾ പാലിക്കുമ്പോഴും ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ജോസ് കെ മാണി അവകാശപ്പെടുന്നുണ്ട്. ഭരണപക്ഷത്തിരുന്നുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ഇത് പാർട്ടിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും അടയാളമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പാർട്ടിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന്റെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും അടയാളമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കേരള കോൺഗ്രസിന് ജനങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. മലയോര മേഖലയിലെ കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ മുതൽ തീരദേശത്തെ പ്രശ്നങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. കേരള കോൺഗ്രസ് ഒരു സമുദായത്തിന്റെയോ പ്രദേശത്തിന്റെയോ പാർട്ടി എന്നതിലുപരി എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായി മാറിയെന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട്. ജോസ് കെ മാണി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ചില പ്രധാന ഇടപെടലുകൾ ഇങ്ങനെയായിരുന്നു. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കർഷകർ വലിയ ആശങ്കയിലായിരുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്താനും സുപ്രീം കോടതിയിൽ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും കേരള കോൺഗ്രസ് എം മുൻപന്തിയിലുണ്ടായിരുന്നു. വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കം മൂലം മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളിൽ ആദ്യം പ്രതികരിക്കുകയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തത് തങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഒരു സങ്കീർണമായ വിഷയത്തിൽ മാനുഷികമായ പരിഗണന ഉറപ്പാക്കാൻ പാർട്ടിയുടെ ഇടപെടൽ സഹായിച്ചു. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം പാർട്ടി നിരന്തരം ഉന്നയിക്കുന്നു. ഇതിനായി നിയമനിർമ്മാണവും ഫണ്ടിങ്ങും വേഗത്തിലാക്കാൻ മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനും അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനും പാർട്ടിക്ക് നിർണായകമായി ഇടപെടാൻ സാധിച്ചു. നിയമസഭയിലെയും പുറത്തെയും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ ജോസ് കെ മാണി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം ജനകീയ വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിൽ പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെട്ടു. വെറും അഴിമതി ആരോപണങ്ങളിലും വിവാദങ്ങളിലും ചുറ്റിപ്പറ്റി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് അവർ ശ്രമിച്ചത്. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാതെ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താനാണ് UDF മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. 13 സീറ്റുകൾ എന്ന അവകാശവാദം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾക്ക് പുറമെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ച സാഹചര്യത്തിൽ കുറഞ്ഞത് 13 സീറ്റുകൾ ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടും. പാലാ സീറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ മത്സരിക്കണോ എന്ന് ചിരിച്ചുകൊണ്ട് മറുചോദ്യം ഉന്നയിച്ച അദ്ദേഹം കൃത്യസമയത്ത് പാർട്ടി തീരുമാനമുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്നതിനായി LDFന്റെ മധ്യമേഖല ജാഥ നയിക്കുന്നത് ജോസ് കെ മാണി ആയിരിക്കും. ഇത് പാർട്ടിയുടെ സ്വാധീനത്തെയും ഇടതുമുന്നണി നൽകുന്ന പ്രാധാന്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ഗൂഢാലോചനകളെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെയും കരുത്ത് തെളിയിക്കേണ്ടതിന്റെയും കാലമാണ്. UDFിലേക്കുള്ള മടക്കം എന്ന വാർത്തകളെ പൂർണ്ണമായും നിഷേധിക്കുന്നതിലൂടെ കർഷക താല്പര്യങ്ങളും പ്രാദേശിക വികസനവും മുൻനിർത്തി ഇടതുപക്ഷത്തെ തുടരാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എത്ര സീറ്റുകൾ നേടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ജോസ് കെ മാണിയുടെയും പാർട്ടിയുടെയും ഭാവിയിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ. മുന്നണി മാറ്റം വെറും കെട്ടുകഥയാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും കൂടുതൽ സീറ്റുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നത് മുന്നണിയിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്.